നമ്മുടെ ജീവിതത്തിൽ കാണുന്ന നമുക്ക് പരിചയമുള്ള ഒരു പക്ഷിയാണ്. ആ പക്ഷിയുടെ ഒരു ലൈഫാണ് നമ്മളെ കാണുന്നത്. ഏതാണ് ആ പക്ഷി? ഏതാണ് ആ മരത്തിൻ്റെ അകത്ത് കൊക്ക് മാത്രം വച്ചിരിക്കുന്ന, കൊക്ക് പുറത്തേക്കിട്ടിരിക്കുന്ന പക്ഷി? ആ മലമുഴക്കി വേഴാമ്പൽ. എന്താണ് മലമുഴക്കി വേഴാമ്പലിന്റെ പ്രത്യേകത? മലമുഴക്കി വേഴാമ്പലിന്റെ പ്രത്യേകത എന്താണ്? ആർക്കാ പറയാൻ കഴിയാ? പറയോ? മലമുഴക്കി വേഴാമ്പലിന്റെ പ്രത്യേകത ആര് പറയും? പറയാൻ കഴിയുമെന്ന് പുറന്ന് കൈപൊക്കുക. മലമുഴക്കി വേഴാമ്പൽ പറയും. അവനിക്ക് പറയണമെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്നവന്റെ കയ്യിലേക്കാണ് ഞാൻ മൈക്ക് തരിക. ഇവിടെ ആരോ പറഞ്ഞു അമ്മയും കുഞ്ഞും ഉള്ളിലായിരിക്കും, അച്ഛൻ മാത്രമാണ് പുറത്തുണ്ടാവുക. അമ്മയും കുഞ്ഞുങ്ങളുമാണ് ആ മരത്തിന്റെ ഉള്ളിലുള്ളത്, അച്ഛൻ മാത്രമാണ് പുറമേയുള്ളത്. നമ്മൾ കണ്ട ആ വേഴാമ്പലിന്റെ ചിത്രത്തിൽ, ആ വീഡിയോയിൽ, വേഴാമ്പലിന്റെ അമ്മ ആ ഒരു മരപ്പൊത്തിനുള്ളിൽ കയറി അതിൻ്റെ എല്ലാ തൂവലുകളും പൊഴിക്കും. എന്നിട്ട് ആ തൂവലിന്റെ മുകളിൽ മുട്ടയിടും. മുട്ടയിട്ടതിന് ശേഷം ആ മരത്തിന്റെ പൊത്ത് ചെളി ഉപയോഗിച്ചും അതുപോലെ തന്നെ അതിൻ്റെ തന്നെ കാഷ്ടം ഉപയോഗിച്ചും ആ അമ്മയും പുറത്തുള്ള അച്ഛനും കൂടി പൊത്തടച്ചു കളയും. എന്നിട്ട് അതിൻ്റെ കൊക്ക് മാത്രമാണ് പുറത്തേക്കിടാനുള്ള ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടാവുക. ശേഷം മാസങ്ങൾ കാത്തിരുന്ന് മുട്ട വിരിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കാണുന്ന ഈ വേഴാമ്പലിന് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നതൊക്കെ ഈ അച്ഛനാണ്. വ്യത്യസ്തമായ പഴങ്ങൾ പറിച്ചു കൊണ്ടുവന്ന് തൻ്റെ കൊക്കിൽ കൊണ്ടുവന്ന് ആ കൊക്ക് അമ്മയുടെ ചുണ്ടിലേക്ക് വെച്ചുകൊടുത്ത് അവിടെ നിന്ന് ആ അമ്മ അത് സ്വീകരിച്ച് തൻ്റെ ഇണക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി ജീവിതത്തിൻ്റെ വലിയ ഒരു സമയം അതിങ്ങനെ പാറിപ്പോകും. മരങ്ങളിൽ നിന്ന് പഴങ്ങൾ ശേഖരിക്കും. ആ പഴങ്ങൾ തൻ്റെ ഇണക്ക് കൊണ്ടുവന്ന് കൊടുക്കും. അതിൻ്റെ ഒരു ലൈഫ് സ്റ്റൈലാണ്. എന്ത് തോന്നുന്നു? എന്ത് തോന്നുന്നു? ഒന്നും തോന്നിയില്ല. എന്തെങ്കിലും കണ്ടായിരുന്ന? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? സ്ക്രീനിൽ നിങ്ങൾ കണ്ട ഈ വീഡിയോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? എന്ത് തോന്നുന്നു? ഒന്നും അറിയില്ല. നമ്മുടെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഈ സമയങ്ങൾ വെറുതെ ആയോ? ആണോ? എന്ത് തോന്നി? ഒന്നും തോന്നിയില്ല.
യെസ്, ആര് പറയൂ? ആ ആൺപക്ഷി വന്നിട്ടില്ലെങ്കിൽ ആ അമ്മ പക്ഷിയും കുഞ്ഞുങ്ങളും അതിൽ തന്നെ ചത്തുപോകും. വെരി ഗുഡ്. ഒരു ഗുഡ് ക്ലാപ്പ് കൊടുക്കാമോ? എടാ ഒന്ന് കൈയടിക്കണം. ആ അമ്മ പക്ഷിയും കുഞ്ഞുങ്ങളും അതിനകത്തുണ്ട്. അവിടേക്ക് അതിൻ്റെ ആൺപക്ഷി വന്നിട്ടില്ല എങ്കിൽ ആ കൂട്ടിനകത്തിരുന്ന് അമ്മ മരിച്ചു പോകും. എന്ത് തോന്നുന്നു? ഒന്നും തോന്നിയില്ല. വളരെ കഷ്ടമാണ് നമ്മുടെ കാര്യം. അങ്ങനെ ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ട് നമുക്ക് ഒന്നും തോന്നിയില്ല, പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. അതോ ഞങ്ങൾക്കൊന്നും തോന്നാത്തത് കൊണ്ടാണോ പറയാത്തത് കൊണ്ടാണോ എന്ന് മനസ്സിലായില്ല. ഒന്നും തോന്നിയില്ല. മറിച്ച് എല്ലാ ആൻസറുകളും സെയിമാണ്. ഒന്നും തോന്നുന്നില്ല നമുക്ക്. ഇങ്ങനെയാണ് നമ്മുടെ ലൈഫ്. നേരത്തെ കുറേ ആളുകളുടെ ചിത്രങ്ങൾ കാണിച്ചപ്പോഴേക്ക് ആവേശത്തോടു കൂടി നമ്മൾ മറുപടി പറഞ്ഞു. നമ്മൾ എവിടെയാണ്? നമുക്കൊന്നും തോന്നാത്തത് എന്തുകൊണ്ടാണ്? ശരി, അതിനെ നിങ്ങളുടെ ലൈഫിലേക്കൊന്ന് ചേർത്ത് വയ്ക്കുക, നിങ്ങളുടെ ജീവിതത്തിലേക്ക്. എന്തെങ്കിലും സാമ്യതകളുണ്ടോ നമ്മുടെ ജീവിതവുമായി? ഉണ്ടോ? എന്തെങ്കിലും സാമ്യത ഉണ്ടോ നമ്മുടെ ലൈഫുമായി? പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. എന്തെങ്കിലും സാമ്യതകൾ നമ്മുടെ ലൈഫുമായിട്ടുണ്ടോ? നമ്മുടെ പാരൻസ്, നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ, അവരുടെ ആ ഉമ്മയുടെയും ഉപ്പയുടെയും അധ്വാനങ്ങളും പരിശ്രമങ്ങളും നമ്മുടെ ആ ജീവിതവുമായി ഒരു സാമ്യതയുള്ളതായി തോന്നി. അങ്ങനെ തോന്നിയവരുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്താമോ? പെൺകുട്ടികളിൽ ഭൂരിപക്ഷം അങ്ങനെ തോന്നി. ആൺകുട്ടികളിൽ ഭൂരിപക്ഷം എനിക്ക് തോന്നുന്നു അങ്ങനെയൊന്നും തോന്നാത്ത രൂപത്തിലേക്ക് അവിടെ മൈൻഡ് സെറ്റായി പോയോ എന്ന് സംശയമുണ്ട്. നമ്മളെ ഉമ്മയും നമ്മളപ്പയും ആ ആൺപക്ഷിയുടെയും പെൺപക്ഷിയുടെയും ജീവിതവും നമ്മുടെ ജീവിതവുമായി എന്തെങ്കിലും ഒരു സാമ്യത. ജസ്റ്റ് പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. ജസ്റ്റ് പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. എഴുന്നേൽക്കാമോ? ഇംഗ്ലീഷ് അറിയാത്തവരാണെങ്കിലോ? MGM KNMR എഴുന്നേൽക്കണം എന്നില്ല. ഓക്കെ, ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. കണ്ണും നടക്കാൻ. പിൻ ഡ്രോപ്പ് സൈലന്റിലേക്ക് പോകട്ടെ. യെസ്, ഇനി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. ഡിഫൈൻ അവർ മം. നമ്മുടെ ഉമ്മയെ, നമ്മുടെ ഉമ്മക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന നല്ല ഒരു ഡെഫിനിഷൻ ഒന്ന് ഓർത്തെടുക്കാമോ കണ്ണടച്ചിട്ട്? എൻ്റെ ഉമ്മക്ക് ഉമ്മാൻ്റെ മുഖം ഇങ്ങനെ കണ്ണിൽ തെളിയണം, ഉമ്മാൻ്റെ പേരിങ്ങനെ മനസ്സിൽ വരണം. നിർബന്ധിച്ച് ഹൈസക്കിലേക്ക് പറഞ്ഞു വിട്ട ഉമ്മയോടുള്ള മുഴുവൻ ദേഷ്യവും കടിച്ചു പിടിക്കണം. എന്നെ എൻ്റെ ചെറുപ്പം മുതൽ എന്നെ വളർത്തിയ, ഞാൻ ആദ്യമായി കേട്ട പാട്ടുകൾ
താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ? താരാട്ടാനുമ്മയെ പോലെ മറ്റൊരു കൂട്ടുണ്ടോ? ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്. അങ്ങനെയുള്ള നമ്മളെ അമ്മക്കൊരു ഡെഫിനിഷൻ കൊടുക്കണം. ആരാണ് എൻ്റെ അമ്മ? എന്താണ് എൻ്റെ അമ്മ? ചില ആളുകൾക്ക് ഭയങ്കര ചിരിയാണ് സ്വന്തം ഉമ്മയെ കുറിച്ച് ആലോചിക്കുമ്പോൾ വരുന്നത്. ഉമ്മ ഒരു നല്ല കോമഡി സ്റ്റാർ ആയതുകൊണ്ടാണോന്നറിയില്ല, നമ്മുടെ അമ്മാനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ചിരി വരുന്നുണ്ടോ? ഇരുന്നോളൂ. എന്താണ് എൻ്റെ അമ്മ? ഓപ്പൺ യുവർ ഐസ്. യെസ്, നിങ്ങളുടെ ഉമ്മക്ക് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഒരു ഡെഫിനിഷൻ എന്തായാലും ഒരു വാക്കോ ഒരു വാചകമോ എസ് എന്നും വേണ്ട, വളരെ വെരി ഷോർട്ട് ആൻസർ. എൻ്റെ ഉമ്മ ഉമ്മയാണ്. എൻ്റെ ഉമ്മ എനിക്ക് ഉമ്മയാണ്. വെരി ഗുഡ്, നല്ലൊരു ആൻസറാണ്. എന്താണ് എൻ്റെ ഉമ്മ? ഡിഫൈൻ ചെയ്യാൻ പറ്റൂ. ഉമ്മ എന്നുള്ളതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന വേർഡ്സിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതല്ല. വേർഡ്സ് കൊണ്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല എൻ്റെ ഉമ്മ. യെസ്, ഉമ്മ ഉമ്മ വേറൊന്നുമില്ല. ഒന്നുമല്ലേ? ഉമ്മ തന്നെ. ഉമ്മ എന്താണ്? എനിക്ക് എന്താണ് എൻ്റെ ഉമ്മയെ കുറിച്ച് ഒരു ഫീലിംഗ് നൽകിയിട്ടുള്ളത്? ഒന്നും പറയാ അറിയില്ല. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. എന്താണ് എൻ്റെ ഉമ്മ? എൻ്റെ അമ്മ എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ? എൻ്റെ അമ്മ എനിക്ക് എന്താണ്? എൻ്റെ അമ്മ എനിക്ക് ആരാണ്? എൻ്റെ അമ്മ എനിക്ക് എങ്ങനെയാണ്? അങ്ങനെ അല്ല. ഹലോ, നമ്മുടെ ഉമ്മയെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയുന്നില്ലേ? ഹനാൻ ഷായുടെ പേര് കേട്ടപ്പോ ഹനാൻ ഷാ എന്ന് നമ്മൾ ആർത്തട്ടഹസിച്ചു. എന്റെ അമ്മ എനിക്കാരൻ? എന്നെ വളർത്തിയ, എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോൾ അഭിനയിച്ച, എന്റെ ആദ്യത്തെ ടീച്ചറായ, എന്നെ താരാട്ടുപാടി ഉറക്കിയ, എന്റെ വസ്ത്രങ്ങൾ അലക്കിയ, എനിക്ക് എല്ലാ തരം ഭക്ഷണങ്ങളും എനിക്കിഷ്ടമുള്ളത് പാചകം ചെയ്ത, ഏത് ഭക്ഷണം പാചകം ചെയ്ത് മുൻപിൽ വച്ചാലും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ ഇഷ്ടപ്പെടാത്ത ഭക്ഷണം ഒന്ന് കൊണ്ടുപോയേ, എന്തിനാ ഇതിവിടെ വെച്ചത് എന്ന് ചോദിച്ച് ചൂടാകാൻ കഴിയുന്ന സ്വാതന്ത്ര്യമുള്ള എൻ്റെ ഉമ്മയെ കുറിച്ച് എനിക്കൊരു വാക്കും ഓർമ്മ വരുന്നില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഉമ്മയിൽ നിന്ന് എത്രയോ അകലെയാണ്. നമ്മൾ അടുത്തു നിൽക്കുന്നത് നേരത്തെ കാണിച്ച ഇൻഫ്ലുവൻസർമാരുടെയോ യൂട്യൂബർമാരുടെയോ വ്ളോഗർമാരുടെയോ ഒക്കെ കൂടെയാണ്. ആരാണ് എനിക്ക് എൻ്റെ ഉമ്മ? ഒന്നുകൂടി ആലോചിക്കുക. ആരാണ് എനിക്ക് എൻ്റെ ഉമ്മ? ഞാൻ എവിടെ നിന്ന് ഒരുപാട് ഉത്തരങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആരാണ് എനിക്ക് എൻ്റെ ഉമ്മ?
ഈ ഓടുന്ന കുട്ടികളെ ഇവിടെ നിന്ന് ഒഴിവാക്കണേ. ഇവിടെ ഇരുന്ന് ഓടുന്നു. ശരി, ആര് പറയും? ഒന്ന് ജസ്റ്റ് ഹാൻഡ്സ് അപ്പ്. ആർക്കാണ് പറയാൻ കഴിയുക? എൻ്റെ അമ്മയെ കുറിച്ച് എനിക്ക് പറയാൻ എഴുതു പറഞ്ഞാൽ മതി. യെസ്, സ്വർഗത്തിലേക്കുള്ള വഴി. സ്വർഗത്തിലേക്കുള്ള വഴി. വെരി ഗുഡ്, അൽഹംദുലില്ലാ. പിന്നെ റോൾ മോഡൽ. റോൾ മോഡൽ. പിന്നെ ആർക്കാ പറയാൻ കഴിയാ? ഇവിടെ ആർക്കാ പറയാൻ കഴിയാ? സ്വയം പറഞ്ഞാൽ മതി. സ്വയം കൈ ഉയർത്തിയാൽ മതി. ആർക്കാ പറയാൻ കഴിയാ? വാട്ട്, ഹൂ? എനിക്ക് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ നടന്ന പ്രോഗ്രാമിൽ ഈ ഒരു ചോദ്യം ഇതുപോലെയുള്ള ഒരു സദസ്സിനോട് ചോദിച്ചപ്പോൾ കിട്ടിയ ഒരു ഉത്തരമാണ് ഉമ്മ നൈസാണ്. നൈസാണ്, നഴ്സല്ല, നൈസാണ്. എൻ്റെ ഉമ്മ നൈസാ അല്ലേ? എന്തു പറഞ്ഞാലും ഇങ്ങനെ കേൾക്കും. എത്ര ചീത്ത പറഞ്ഞാലും ആ ചീത്തയൊക്കെ സഹിക്കും. ജീവിതത്തിൽ ഇങ്ങനെ ഒരാൾ വേറെ ആരുണ്ടോ? എന്തും പറയാൻ കഴിയുന്ന, എങ്ങനെയും ഇടപഴകാൻ കഴിയുന്ന, എത്ര വന്നാലും നമ്മുടെ അരികിൽ നിന്ന് പോകൂലെന്ന് 100% ഉറപ്പുള്ള ഫലസ്തീനിലെ കുട്ടികളുടെ ചിത്രങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങൾ? ഉമ്മയുടെ ഖബറിനരികിൽ ഇരുന്ന് കരയുന്ന മക്കൾ. നമ്മളതൊന്നും കാണുന്നില്ലേ? നമ്മൾ എവിടെയാണ്? ചിരിച്ചും കളിച്ചും രസിച്ചും സുഖിച്ചും നമ്മളവിടെ ഇരിക്കുമ്പോ ഇവിടേക്കൊരു വലിയൊരു മിസൈൽ വന്ന് വീണാൽ, ഒരു ബോംബ് വന്ന് ഈ കെട്ടിടത്തിന്റെ മുകളിലേക്ക് വീണാൽ, ഇന്ന് ഞാൻ കണ്ട വീഡിയോയിൽ ഉമ്മയെയും ഉപ്പയെയും കെട്ടിടത്തിന്റെ താഴെ നിന്ന് കല്ലുകൾ മാറ്റി ഉമ്മയെ തിരയുന്ന മക്കളെ കാണുന്നു. എടോ പ്രിയപ്പെട്ട കൂട്ടുകാരാ, വീട്ടിലേക്ക് ചെല്ലുമ്പോ ആ വീട്ടിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഉമ്മയില്ലെങ്കിലോ? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഫ്രണ്ട്, ലവ്, ഹാപ്പി, ഹെവൻ, സാക്രിഫൈസ്, എവറിത്തിങ്, അലാം. ഉമ്മയൊരു അലാറമാണ്. ഇന്ന് വെളുപ്പിന് 1:30 മണിക്കാണ് വീട്ടിൽ നിന്ന് ഞാൻ പുറപ്പെടുന്നത്. ആലുവയിൽ നിന്ന്, വീട്ടിൽ നിന്ന് സ്കൂട്ടറിൽ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് സ്കൂട്ടർ വച്ച് 1:43 ട്രെയിൻ 2:10 വന്നു. ട്രെയിനിൽ കയറി മൊബൈലൊക്കെ ബാഗിൽ വെച്ച് സുഖമായി ഉറങ്ങാൻ കിടന്നു. ഏകദേശം സുബഹിന്റെ സമയത്ത് 5:40 എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് അതിലൊരു മിസ് കോൾ. ആ മിസ് കോളിന്റെ സമയം 2:59. ഉറങ്ങാതെ കാത്തിരിക്കുകയാണ്. ഇതുപോലെ നമ്മുടെ വീടുകളിൽ ഉറങ്ങാതെ കാത്തിരിക്കുന്ന ഉമ്മമാരുണ്ട്. പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മൾ കണ്ടിട്ടുണ്ടോന്നറിയില്ല. ഒരിക്കലും ഒരു കൂട്ടുകാരൻ ടൂറ് പോകുന്ന സമയത്ത്, അവൻ കുറെ ദൂരം പോയി, ഊട്ടിയിലേക്കാ പോകുന്നത്. ഉമ്മ വിളിച്ചു, ഹലോ എവിടെ എത്തിയടാ? അവൻ സ്ഥലം പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞ് വീണ്ടും വിളിച്ചു. കൂട്ടുകാരന്മാര് ചോദിച്ചു, ചെങ്ങാതി ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണെന്നാ എൻ്റെ അമ്മനെ. ഉമ്മ നിന്നെ വിളിക്കണതിനാ? നീ ചെറിയ കുട്ടിയാണോ? ചെറിയ കുട്ടിയാണോ? കുറച്ചേരം കഴിഞ്ഞപ്പോ വീണ്ടും വിളിച്ചു. ഉമ്മനോടവൻ പറഞ്ഞേ, ഉമ്മക്ക് എന്താണ് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്ന? എന്തിനാ? ഞാൻ ചെറിയ കുട്ടിയാണോ? ഈ കൂട്ടുകാരൊക്കെ കളിയാക്ക. ഉമ്മക്ക് വേറെ പണിയൊന്നുമില്ലേ? എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിക്കൂടെ? ഉമ്മ ഫോൺ വെച്ചു. ഉമ്മ കരയാൻ തുടങ്ങി.
ഇതൊക്കെ കണ്ടു നിന്ന 9 മാസം പൂർണ്ണ ഗർഭിണിയായ അവൻ്റെ ഇത്താത്ത അവനെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, എടാ എന്താണ് നീ ഉമ്മാനോട് പറഞ്ഞത്? ഉമ്മ കരയുന്നുണ്ടല്ലോ. അപ്പം അവൻ പറഞ്ഞു, എന്താണ് ഉമ്മാക്ക് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണതിനാ? ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ. എടോ എനിക്കറിയോ, ഞാൻ ഇപ്പോൾ പൂർണ്ണ ഗർഭിണിയാ. ഞാൻ കാത്തിരിക്കാൻ ഒരാളെ എൻ്റെ വയറ്റിനുള്ളിൽ. നിന്നെ കാത്തിരുന്നിട്ടുണ്ട് നിന്റെ ഉമ്മ 9 മാസം. കൂട്ടുകാരെ കാത്തിരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ കണ്ണോ കയ്യോ കാതോ കാലോ കാണുന്നതിനു മുൻപ്, നമ്മുടെ മൊഞ്ചോ ഗ്ലാമറോ കാണുന്നതിനു മുൻപ് നമ്മളെ കാത്തിരുന്ന ഒരാൾ നമ്മുടെ ഉമ്മയാ. ആ ഉമ്മക്ക് നീ ഇല്ലാത്ത സമയം വല്ലാത്ത വിഷമമുണ്ടാവും. അതുകൊണ്ടാണ് നിന്നെ വിളിക്കുന്നത്, നിന്നെ കാണാൻ വേണ്ടി. നമ്മൾ ആലോചിക്കാറുണ്ടോ അങ്ങനെ? ഉമ്മയെക്കുറിച്ച് അൺകണ്ടീഷണൽ ലവ്. ഹലോ, നമുക്ക് കുറെ ലവേഴ്സ് ഉണ്ടാവും, കൂട്ടുകാരുണ്ടാവും. എല്ലാം കണ്ടീഷണലാണ്. നമ്മുടെ കയ്യിലെ കാശോ ഡയറി മിൽക്കോ കിറ്റ്കാറ്റോ മൊബൈൽ റീചാർജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവർ നമ്മെ ഇഷ്ടപ്പെടുകയോ സ്നേഹിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ, ഒന്നും പ്രതീക്ഷിക്കാതെ അൺകണ്ടീഷണൽ ലവ് ഈ ലോകത്ത് നമ്മെ അങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഉമ്മ മാത്രമാണ്. നമ്മുടെ ഉമ്മ മാത്രമാണ്. ആ ഉമ്മയെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നോക്കൂ നിങ്ങൾ, ആ മരത്തിൽ നിന്നൊരു ഇല താഴേക്ക് വീഴുകയാണ്. ആ ഇലയോടൊപ്പം ആ ഇലയുടെ അറ്റത്തൊരു തണ്ടുണ്ട്, ചെറിയ ഒരു തണ്ട്. ഇവിടെ ഇരിക്കുന്ന ഈ മുഴുവൻ ആളുകൾ, ഞാനടക്കമുള്ള നമ്മുടെ ഓരോരുത്തരുടെയും വയറിന്റെ ഈ മധ്യഭാഗത്തൊരു പൊക്കിൾ കൊടിയുടെ അടയാളമുണ്ട്. ഈ അടയാളത്തിന്റെ ഒരറ്റം ഉമ്മയുടെ ശരീരത്തിലായിരുന്നു. ആ ശരീരത്തിൽ നിന്നത് അറുത്തു മാറ്റിയതാണ്. ഈ അടയാളം നമുക്ക് മായ്ച്ചു കളയാൻ കഴിയുന്നതല്ല, സർജറി ചെയ്ത് മാറ്റാൻ കഴിയുന്നതല്ല. ഒരു ഇല ആ മരത്തിൽ നിന്ന് വീഴുമ്പോൾ അതിൻ്റെ ഒരറ്റത്തൊരു തണ്ട് ബാക്കിയാക്കുന്നത് പോലെ, എൻ്റെ പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മൾ ഓരോരുത്തരും ഉമ്മയുടെ ഒരടയാളം, നമ്മുടെ പൊക്കിൾ കൊടി ഇതാ ഇവിടെ ബാക്കി വെച്ചുകൊണ്ടാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്. മറക്കാൻ കഴിയില്ല നമുക്ക്. ഉമ്മയെ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പറയുമ്പോ എൻ്റെ അമ്മനിക്കാരാണ്, എൻ്റെ അമ്മനിക്കാരാണ്, ഉമ്മയാണ്, വേറൊന്നുമില്ല. എൻ്റെ അമ്മനെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ലേ? നമ്മുടെ അമ്മമാരെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടില്ലേ? രാവിലെ മുതൽ വൈകുന്നേരം വരെ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഓടി, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി, സമയമില്ലാതെ നമുക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഉമ്മ. ആ ഉമ്മക്ക് വേണ്ടി നമ്മൾ എന്തു ചെയ്തു? നമ്മുടെ ജീവിതത്തിൽ ഉമ്മയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുമോ? മറക്കാൻ കഴിയാത്ത, മഞ്ചേരിയിലൊരു ക്യാമ്പിൽ ഒരു പെൺകുട്ടി പങ്കുവച്ചത്, അവൾക്ക് കൊറോണ വന്ന റൂമിൽ അടച്ചുപൂട്ടി. ആ മുറിയിലേക്ക് ഉമ്മ വന്നു. ഉമ്മയോട് അവള് പറഞ്ഞു, ഉമ്മ എന്തിനാണ് നിങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നത്? നിങ്ങൾക്ക് കൊറോണ വരൂലേ? ഉമ്മനോട് ആ ഉമ്മ മകളോട് പറഞ്ഞത്, എൻ്റെ മോൾക്ക് വന്നില്ലേ, അതിനപ്പുറം എനിക്കൊന്നുമില്ല. നമ്മുടെ ഉമ്മ അങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിൽ നോക്കൂ നിങ്ങൾ, ഒരു മൃഗത്തെയാണ് അവിടെ കാണുന്നത്. ജസ്റ്റ് അതിന്റെ ആക്ഷൻ ഒന്ന് ശ്രദ്ധിച്ചോ. ദേഷ്യം കൊണ്ടൊന്ന് തട്ടുന്നുണ്ട്. തട്ടിയ ഉടനെ അതിലൂടെ ഒരു വണ്ടി പാഞ്ഞു പോകുമ്പോ ആ ശബ്ദം കേട്ടിട്ട് അത് നൽകുന്ന മറ്റൊരു ആക്ഷൻ നമുക്ക് കാണാൻ കഴിയും.
ചീത്ത പറഞ്ഞാലും എൻ്റെ മോൻ അവനൊന്നും പറ്റാൻ ഉമ്മ ആഗ്രഹിക്കുന്നില്ല. പലപ്പോഴും ഉമ്മാന്റെ ശകാരം കേൾക്കുമ്പോൾ എന്താണ് ഉമ്മ ഇങ്ങനെയെന്ന് നമ്മൾ ആലോചിച്ചു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കുക, വൈക്കം മുഹമ്മദ് ബഷീർ നാട് വിട്ട് തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് രാത്രി 2 മണിക്ക് കയറി ചെല്ലുന്നുണ്ട്. 2 മണിക്ക് കയറി ചെല്ലുമ്പോൾ വീട്ടിനകത്തൊരു ലൈറ്റ് തെളിഞ്ഞു. ആ ലൈറ്റിൽ തൻ്റെ ഉമ്മ ഇറങ്ങി വന്നിട്ട് വൈക്കം മുഹമ്മദ് ബഷീറിനോട് പറഞ്ഞു, ചോറെടുത്ത് വെച്ചിട്ടുണ്ട്, കഴിച്ചോന്ന്. ബഷീർ ചോദിച്ചു, ലോകമെല്ലാം ഉറങ്ങുന്ന ഈ സമയത്ത് എൻ്റെ ഉമ്മ മാത്രം ഉറക്കമിളച്ചിരിക്കുകയാണോ? നമ്മൾ ഉറങ്ങുമ്പോ, നമ്മൾ ഓടുമ്പോ, നമ്മൾ ആസ്വദിക്കുമ്പോ, നമ്മൾ അടിച്ചു പൊളിക്കുമ്പോ നമ്മുടെ ഉമ്മ, നമ്മളമ്മ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, മറന്നു പോകരുതൊരിക്കലും. നിങ്ങൾക്ക് ചിത്രത്തിൽ, വീഡിയോയിൽ കാണാൻ കഴിയും അതാരെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന്. നിങ്ങൾ അത് കണ്ടിട്ട് പറയുക, ആരെയാണ് ആ ചിത്രം, ആ വസ്ത്രം പ്രതിനിധീകരിക്കുന്നത്? ആരെയാണത് പ്രതിനിധീകരിക്കുന്നത്? ഉമ്മയാണ്. പിന്നെ ആരെയാണ്? കൊടുങ്കാറ്റും മഴയും ശക്തമായി എല്ലാ വസ്ത്രങ്ങളും തൻ്റെ ഉള്ളിൽ അടക്കിപ്പിടിച്ച് മഴയൊഴിയുമ്പോ, വെയിലാകുമ്പോ എല്ലാം താനെ വീണ്ടും പുറത്തേക്കിടുന്നത് ആരാണ്? മലക്കുന്നതാണോ? ആരാണത്? ഉപ്പയാണ്. വെരി ഗുഡ് ആൻസർ, വെരി ഗുഡ് ആൻസർ. ഉപ്പയാണ്. ജീവിതത്തിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ആവലാതികൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, വേദനകൾ ഉപ്പയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ? ഇവിടെ ഇത് പറയുമ്പോഴും ശ്രദ്ധിക്കാൻ കഴിയാതെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കൂട്ടുകാരെ, ഉപ്പയെക്കുറിച്ചൊന്ന് ആലോചിക്കണം. നമുക്ക് വേണ്ടതെല്ലാം വാങ്ങിത്തരുന്നു, നമുക്ക് വേണ്ടി മഴ കൊള്ളുന്നു, വെയിൽ കൊള്ളുന്നു. ഉപ്പ. MN വിജയൻ മാഷ് എന്ന് പറയുന്ന ഒരു സാഹിത്യകാരൻ, അദ്ദേഹത്തിന്റെ മകളുടെ അനുഭവം മകൾ പറയുന്നുണ്ട്. എൻ്റെ അച്ഛന് 12ഓളം രോഗങ്ങളുണ്ട്. നമ്മുടെ ഉപ്പമാർക്ക് എത്ര രോഗങ്ങളുണ്ട്, ഏതൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ട് അറിയാമോ നമുക്ക്? ഉപ്പയുടെ കൊളസ്ട്രോളിന്റെ അളവറിയാമോ? ഉപ്പയുടെ ഷുഗറിന്റെ അളവറിയാമോ? ഉപ്പ കഴിക്കുന്ന, ഉപ്പ ഇഞ്ചക്ട് ചെയ്യുന്ന ഇൻസുലിന്റെ അളവറിയാമോ? ഉപ്പയെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഉപ്പയുടെ ജീവിതത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? കിലോമീറ്ററുകളോളം വാഹനം ഓടിച്ച് അതിന്റെ ചൂട് അനുഭവിച്ച് വാഹനത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഉപ്പ തളർന്നു വീഴാതെ വീടുകളിലേക്ക് എത്തുമ്പോ ഈ ഉപ്പ ഓടിയ ഓട്ടത്തിന്റെ കിലോമീറ്ററുകളുടെ കണക്കിനെ കുറിച്ച് എൻ്റെ പ്രിയമുള്ള കൂട്ടുകാരാ, എൻ്റെ പ്രിയമുള്ള കൂട്ടുകാരെ, നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരു നിമിഷമെങ്കിലും ഉപ്പയെ കുറിച്ച്, ഉമ്മയെ കുറിച്ച് ഒന്ന് ആലോചിക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടോ? എത്ര വെയിലിലും എത്ര മഴയിലും ഉപ്പ ഓട്ടത്തിലാണ്, ഉപ്പ അധ്വാനത്തിലാണ്, ഉപ്പ ജോലിയിലാണ്, ഉപ്പ കൃഷിയിലാണ്, ഉപ്പ ഡ്രൈവിംഗിലാണ്, ഉപ്പ പ്രവാസിയാണ്, ഉപ്പ ചുമടെടുക്കുകയാണ്, ഉപ്പ ചുമടെടുക്കുകയാണ്. ഈ ഉപ്പയുടെ ഈ ഓട്ടത്തിനിടയിലെങ്ങാനും ഉപ്പ മരിച്ചുപോയാൽ, ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഉപ്പയോ ഉമ്മയോ നമ്മിൽ നിന്ന് വേർപെട്ടു പോയാൽ, കൽപ്പറ്റ നാരായണൻ മാഷ് അദ്ദേഹത്തിന്റെ ഒരു കവിതയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്, അമ്മ മരിച്ചപ്പോൾ എനിക്ക് ആശ്വാസമായി, ഇനി എനിക്ക് താഴെ പഷ്ണി കിടക്കാം. അമ്മ മരിച്ചു, രാത്രി ഭക്ഷണം കഴിക്കാതെ കിടന്ന ആരാ നമ്മളെ കുത്തി എഴുന്നേൽപ്പിക്കാൻ? എൻ്റെ പ്രിയമുള്ളവരെ, ഇനി രാത്രി എനിക്ക് പട്ടിണി കിടക്കാം, കാരണം അമ്മ മരിച്ചു. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ
വീടിൻ്റെ മുൻഭാഗത്ത് ഉമ്മയുടെ മയ്യത്ത്, ഉപ്പയുടെ മയ്യത്ത് 3 വെള്ളത്തുണികളിലായി പൊതിഞ്ഞ് എല്ലാവർക്കും കാണാൻ വേണ്ടി നിരത്തി വച്ചിരിക്കുന്നൊരു സാഹചര്യമാണെങ്കിലോ, ഉമ്മല്ലാത്ത വീടിൻ്റെ ഒരു നേരത്തെ രാവിലെ പ്രഭാതം എഴുന്നേൽക്കുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഉപ്പ പോയാലും ചിലപ്പോൾ ഉമ്മ മക്കളെ വളർത്തും. ഉമ്മ പോയാൽ കുടുംബം തന്നെ ശിഥിലമായി പോകുന്ന അവസ്ഥകളുണ്ട്. അദ്ദേഹത്തിന്റെ 2ാമത്തെ വരി, ഇനി എനിക്ക് ഉണങ്ങിപ്പാറും വരെ തല തുവർത്തണ്ട, ആരും ഇഴവിടർത്തി നോക്കില്ല. മുടി ഇങ്ങനെ കുളിച്ച് കയറി വരുമ്പോഴേ തലയിലൂടെ കൈയിട്ട് ഇങ്ങനെ ഉമ്മ നോക്കൂലെ. എത്ര വലുതായാലും ഉമ്മാക്കിന്റെ കുട്ടിയാണ് മക്കളെ നമ്മള്. എന്റെ മോൻ, എന്റെ മോൾ, അങ്ങനെയാണ് ഉമ്മാക്ക്. ആ ഉമ്മ ഇല്ലാതായാലോ? അടുത്ത വരിയിനി, ഇനി എനിക്ക് കിണറിന്റെ ആൾമറയിലിരുന്ന് പുസ്തകം വായിക്കാം, ആരും ഓടി വരില്ല എന്നെ കുറിച്ച് ഓർത്തുകൊണ്ട്. ഇനി എനിക്ക് എത്തിയേടത്തുറങ്ങാം, യാത്ര പോയാലേ അവിടെ കിടന്നുറങ്ങാം, കാരണം വിളിച്ചു ചോദിക്കില്ല നീ എവിടെടാ, നീ എവിടെടീന്ന്. ഇല്ലെങ്കിലേ നമ്മൾ എത്ര മുതിർന്നാലും നമ്മൾ വീട്ടിലില്ലെങ്കിൽ ഉമ്മക്ക് ഭയങ്കര ആദിയാണ്, ഭയങ്കര വേദനയാണ്, ഭയങ്കര പ്രയാസമാണ്. ആ ഉമ്മയെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉമ്മാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചൊന്ന് ഉമ്മയുടെ നെറ്റിയിൽ ഉമ്മ വെക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ പ്രിയമുള്ള കൂട്ടുകാരെ? ചെറുപ്പത്തിൽ നമ്മൾ ഒരുപാട് ഉമ്മകൾ നൽകിയിട്ടുണ്ടാകും. ഇതാ ഈ വലിയ പ്രായത്തിൽ ആ ഉമ്മക്ക് നമുക്ക് നൽകാൻ കഴിയുന്ന ആ ഒരു സമ്മാനം നമ്മൾ നൽകിയിട്ടുണ്ടോ? പ്ലീസ് ജസ്റ്റ് സ്റ്റാൻഡ് അപ്പ്. ഒന്നുകൂടി എഴുന്നേൽക്കാൻ, എന്റെ സെഷൻ അവസാനിക്കുകയാണ്. പ്ലീസ് ജസ്റ്റ് സ്റ്റാൻഡ് അപ്പ്. മുതിർന്നവർക്ക് ഇരിക്കാം. Then close your eyes. മുതിർന്നവർ എന്ന് ഉദ്ദേശിച്ചത് പ്രായമായവരുണ്ടോ? ചില ചെറുപ്പക്കാരായ മുതിർന്നവർ ഇരിക്കുന്നുണ്ട്. Just close your eyes. Completely close. Please close your eyes. Then go to your home. വീട്ടിലേക്ക് പോവാ. മാന്റെ കയ്യിലൊന്ന് ചേർത്ത് പിടിക്കുക. ഉമ്മ നൽകിയ സ്നേഹത്തെക്കുറിച്ച് ആലോചിക്കുക. ശരിക്കും ഉമ്മാനൊന്ന് മിസ് ചെയ്ത് നോക്കി. പ്രിയപ്പെട്ട ആൺകുട്ടികളെ, ഉമ്മ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് പെൺമക്കളെ അല്ലാട്ടോ. ഉപ്പക്ക് പെൺമക്കളോട് വല്ലാത്ത ഇഷ്ടമുണ്ടാവും. ഉമ്മക്ക് നമ്മളെന്ന് പറഞ്ഞ ജീവനാടാ. എൻ്റെ ഉമ്മാനെ കുറിച്ചൊന്ന് ആലോചിക്കടാ. അടുക്കളയിൽ എത്ര സമയം നമ്മുടെ പാൻറ്റും ഷർട്ടും അടിവസ്ത്രങ്ങളുമൊക്കെ ഒരു മടിയുമില്ലാതെ അലക്കിത്തരുന്ന ഉമ്മാനെ കുറിച്ചൊന്ന് ഓർക്കടാ. ഉമ്മാന്ന് വിളിച്ച് കയറി ചെല്ലാൻ വീട്ടിൽ ഉമ്മയില്ലാതായാൽ ക്ലോസ് യുവർ ഐസ്. എന്നാലേ നമുക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റൂ, ഉമ്മാൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റൂ. പ്രിയപ്പെട്ട കൂട്ടുകാരികളെ, ഉമ്മല്ലാത്തൊരു ദിനം, ഉപ്പല്ലാത്തൊരു ദിവസം, ഉപ്പല്ലാത്തൊരു ജീവിതം. എൻ്റെ ഉപ്പാൻ്റെ മരണം കൺമുൻപിൽ ഇങ്ങനെ കാണേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പ ഒരു രാത്രിയിൽ മരണപ്പെടുന്നതിന് മുൻപ് ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ
ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. വരുന്ന സമയത്ത് നെഞ്ചുവേദന വീണ്ടും കൂടി. കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന എൻ്റെ അടുത്ത് കുനിയുകയും നിവരുകയും ചെയ്യുന്ന എൻ്റെ ഉപ്പ സ്വയം പറഞ്ഞൊരു വാക്കുണ്ട്, റബ്ബേ എൻ്റെ മക്കളെടങ്ങാറാക്കരുതേ. നമ്മളെന്തൊക്കെ കളിച്ചാലും ഉണ്ടല്ലോ, ഉമ്മയും നമുക്കൊന്നും വരരുതെന്നും നമ്മൾ കാരണം അവർ കഷ്ടപ്പെടരുതെന്നും ആഗ്രഹിക്കുന്നുണ്ട്. രോഗങ്ങൾ മാറ്റിവച്ച് മക്കൾക്കായി ഓടിയുപ്പ, പട്ടിണി മാറ്റാൻ വേണ്ടി പണിയേറെ ചെയ്തു ഉപ്പ. കണ്ടില്ലേ കൽബകത്ത് വേദനയേറുന്നുപ്പ, കണ്ടില്ലേ കൽബകത്ത് വേദനയേറുന്നുപ്പ. ബാപ്പായെന്നൊരു വിളിയിലുണ്ട്, ബാപ്പാന്നൊരു വിളി, പാന്നൊരു വിളി, മാന്നൊരു വിളി. വിളിക്കാൻ കഴിയാതെ നിശബ്ദമായി പോകുന്നൊരു സാഹചര്യം. എന്തൊക്കെ രോഗങ്ങളാ ചുമക്കുന്നത് ഉപ്പയുമ്മയും, എന്തൊക്കെ വേദനകളാ. അതുപോലെ ഒന്ന് ആലോചിക്കാൻ എൻ്റെ കണ്ണൊന്നടച്ചിട്ട് എനിക്ക് കഴിയുന്നില്ലേ റബ്ബേ, ഞാൻ എത്ര പിശുക്കനായി പോയോ. പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മളൊക്കെ വളരെ നല്ലവരാണ്. നമുക്കൊക്കെ ഉമ്മയോടും ഉപ്പയോടും സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്, അങ്ങേയറ്റത്തെ ഹബ്ബുണ്ട്, ലവ്വുണ്ട്, മഹബത്തുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മളതിനെ ഒന്നും ഓർത്തു പോവുക പോലും ചെയ്യാറില്ല. ഇപ്പാൻ്റെ ആ നെഞ്ചിൽ കിടന്നുറങ്ങിയ ദിനങ്ങളും ഇമ്മാൻ്റെ തോളിൽ കൈയിട്ട് നടക്കാൻ പറ്റുന്ന സൗകര്യങ്ങളും നഷ്ടപ്പെട്ടു പോകുമ്പോഴേ അതിൻ്റെ വിലയറിയുകയുള്ളൂ. ഇമ്മാൻ്റെ മയ്യത്തിൻ്റെ മുൻപിൽ നിന്ന് കരയേണ്ടി വരുന്ന മകനോ മകളോ ആയി നമ്മൾ മാറിയാൽ ജീവിതത്തിൽ ഇനിയൊന്നും എനിക്ക് ലഭിക്കുകയില്ല എൻ്റെ ഉപ്പയില്ലെങ്കിലെന്ന് ഓർത്തു പോകുന്ന എത്രയോ സമയങ്ങൾ. ഒരിക്കലെങ്കിലും റബ്ബേ എൻ്റെ ഉപ്പാക്ക് സ്വർഗം കൊടുക്കണേ റബ്ബേ, ഉള്ളറിഞ്ഞൊന്ന് പ്രാർത്ഥിക്കുക. റബ്ബേ എൻ്റെ ഉമ്മാൻ്റെ രോഗങ്ങൾ മാറ്റിക്കൊടുക്കണം റബ്ബേ, റബ്ബേ എൻ്റെ ഉമ്മാൻ്റെ വേദനകൾ നീക്കിക്കൊടുക്കണ നാഥ. അല്ലാഹുവേ, എൻ്റെ ഉപ്പ എനിക്ക് വേണ്ടി എത്ര ഓടുന്നുണ്ട്, വാഹനം ഓടിക്കുന്നുണ്ട്, എത്ര സമയം ചുമടെടുക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. ഉപ്പ എനിക്ക് വേണ്ടി എത്ര ലോൺ എടുത്തിട്ടുണ്ട്, എത്ര സമ്പാദിച്ചിട്ടുണ്ട്. വീടുണ്ടാക്കിയിട്ട് ആ വീട്ടിലൊരു ദിവസം പോലും ഉപ്പാക്ക് കിടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഉപ്പ ഗൾഫിൽ പോയിട്ടുണ്ട്. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും എനിക്ക് നിറവേറ്റി തന്ന എൻ്റെ ഉപ്പ, എൻ്റെ റബ്ബേ, ഉപ്പ എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെടാതെ ഉപ്പാൻ്റെ അരികിൽ നിൽക്കാൻ, ഉപ്പയെ ഒന്ന് ചേർത്ത് പിടിക്കാൻ എനിക്കൊന്ന് അവസരം തരണേ റബ്ബേ. പ്രാർത്ഥിക്കേ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുവേ, ചെറുപ്പത്തിൽ ഞങ്ങളെ വളർത്തിയതുപോലെ, കരുണ ചെയ്തതുപോലെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ കാരുണ്യം ചെയ്യണമേ. പ്രാർത്ഥിക്കണം ദിനേന മറക്കാതെ, ഓരോ സമയങ്ങളിലും സന്ദർഭങ്ങളിലും
അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഉപ്പമാരെയും നമ്മുടെ ഉമ്മമാരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ ഉപ്പാക്കും ഉമ്മാക്കും ദീർഘായുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്ദി, ശുക്രൻ, ജസാക്കുമുല്ലാഹ്. ഇരിക്കാം. ഓപ്പൺ യുവർ ഐസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.